ഉള്ളത്. അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ എൻ്റെ ജ്യേഷ്ഠ സലാമടക്കമുള്ള ഇവിടെ വന്നു ചേർന്ന മുൻകാലത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട തിരുവക്കാട് സാഹിബിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുക സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതര മതസ്ഥർക്ക് എൻ്റെ അഭിവാദ്യം. ഇന്നലെയാണ് സലാമെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂടിച്ചേരലുണ്ട്, സംഗമമുണ്ട്, എൻ്റെ ഖാദർ സാഹിബിൻ്റെ ഒരു ആശംസ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് അറിയിക്കുകയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കുഴപ്പമില്ല ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ ഏകദേശം ക്യാരക്ടറുകളൊക്കെ നന്നായിട്ട് അറിയാം. അധികം ആളുകളായിട്ട് മിണ്ടാകാതെ ഒരു സൗമ്യഭാവത്തിൽ എല്ലാവരെയും നല്ലൊരു റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നെ ബാംഗ്ലൂരുണ്ടാകുമ്പോഴൊക്കെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗാലറി, അതായത് ഒരു മ്യൂസിയം തന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് യൂസുഫ് അലി സാഹിബ് അടക്കമുള്ള ഒരു ചടങ്ങായിരുന്നു ഞാൻ പങ്കെടുത്തിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാവശ്യത്തിന് പോകുന്നുണ്ട്, അദ്ദേഹം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഇന്ന് ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട്, അതിന് ഒരാളെയും കൊണ്ടുപോകുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഓരോ വ്യക്തിത്വങ്ങൾ ഓരോ തരത്തിലായിരിക്കാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലാണെങ്കിലും ഒരുപാട് നന്മകൾ അറിയാതെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് നല്ല അനുഭവത്തിൽ തന്നെ അറിയാം. ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ഇത്രയും വർഷം, ഏകദേശം എന്താ സലാമുദ്ദീന് 20 വർഷം കഴിഞ്ഞായിരിക്കും, 18 വർഷത്തോളമായി. എന്നിട്ടും ഇന്നും നിങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ നിങ്ങളൊക്കെ നിലനിർത്തുന്നതിനെ കാണുമ്പോൾ ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾ നിങ്ങളോടുള്ള ഒരു ബഹുമാനം, ഒരു ആദരവ് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ ഒരു കൂടലാണോ എന്ന് ചോദിച്ചപ്പോഴല്ല, ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങളാലാവുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. ഒരാണെങ്കിൽ എനിക്കും വലിയ ആശ്വാസമാണ്. കാരണം ഈ സലാമിനെ കൊണ്ട് ഞാൻ നാട്ടിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറഞ്ഞു പിടിക്കും, വേദനിപ്പിക്കേണ്ട വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് മാക്സിമം കഴിയുന്ന സപ്പോർട്ട് ചെയ്യും. എൻ്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട്. അപ്പം അത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഞാൻ വീട്ടിൽ പറയുന്നതല്ല. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടീസിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കാണില്ല. പക്ഷേ അദ്ദേഹം ഓരോ കേസുകൾ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ഏത് റൂട്ടിലാണ് പോകേണ്ടത് അവരെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിക്കൊടുത്ത് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെയുള്ളൊരു അവനെ പോലത്തെ ഒരുപാട് പേരുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു രോഗിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ സംബന്ധമായ രോഗിക്ക് മരുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കറായിക്കോട്ടെ, വീൽച്ചറായിക്കോട്ടെ. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വരികയുണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം ഒരു ആക്സിഡൻ്റായി ചെയ്തിടത്ത് ഇതാണ് അദ്ദേഹത്തിന്